ആധുനിക ലോകത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നത് അസാധ്യമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ധന്യരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഗ്വീഡോ വിഡാൽ ഫ്രാൻസ് ഷാഫറിന്റെ ജീവിതം. ഒരു ബ്രസീലിയൻ ഡോക്ടറും സെമിനാരിയനുമായിരുന്ന ഷാഫർ യുവഹൃദയങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ തിരമാലകളിലൂടെ സവാരി ചെയ്യുന്ന ഒരു നല്ല സർഫ് റൈഡർ കൂടിയായിരുന്നു. സർഫ് ഏഞ്ചൽ എന്ന പേരിൽ സുപ്രസിദ്ധി നേടിയ ഗ്വീഡോ ജീൻസ് ധരിച്ച വിശുദ്ധനായ കാർലോയ്ക്ക് പിന്നാലെ സർഫിംഗ് സ്യൂട്ടിലെ വിശുദ്ധൻ എന്ന പദവി സ്വന്തമാക്കാനുള്ള യാത്രാദൂരം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. 1974 മെയ് 22 ബ്രസീലിൽ റയോ ഡി ജനീറോയിലെ വോൾട്ട റെഡോണ്ടയിൽ ജനിച്ച ഗ്വീഡോ പഠനത്തിൽ സമർത്ഥനായിരുന്നു. റിയോ ഡി ജനീറോയിൽ മെഡിക്കൽ സ്കൂളിൽ നിന്നും ബിരുദം നേടിയ ഷാഫർ സാന്താ കാസ ഡി മിസറിക്കോർഡിയ ഹോസ്പിറ്റലിൽ ജോലിയിൽ 8 വർഷം ആതുര സേവനം ചെയ്തു. ലോകത്തിലായിരുന്നു കൊണ്ട് തന്നെ ആത്മീയാനന്ദം നുകരുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നതിൽ സ്ഥിരോത്സാഹിയായിരുന്നു ഗ്വീഡോ. ദരിദ്രരിൽ നിന്ന് ഒരിക്കലും മുഖം തിരിക്കരുത്, അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല എന്ന വചനം ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച് ഗ്വീഡോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്കായും എയ്ഡ്സ് ബാധിതർക്കായും ശുശ്രൂഷ ചെയ്യാൻ സ്വയം സമർപ്പിക്കുകയും കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും അതിനായി അനേകരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. 1997 റിയോ ഡി ജനീറോയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സന്നിഹിതനായിരുന്ന കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത ഗ്വീഡോ പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്ന പ്രാർത്ഥനാ സംഘടന ആരംഭിച്ചു. ബ്രസീലിലെ ആദിമ സാക്ഷികളെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് യൂറോപ്പിലേക്ക് ഒരു യാത്രയും ഗ്വീഡോ നടത്തുകയുണ്ടായി. ഇതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് തന്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ച ഗ്വീഡോ തന്റെ ജോലി ഉപേക്ഷിച്ച് പുരോഹിതനാകാൻ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ഒരു ദിവസം ബീച്ചിൽ സർഫിംഗ് നടത്തുന്നതിനിടെ തലയുടെ പിൻഭാഗത്ത് സർഫ് ബോർഡ് ഇടിക്കുകയും മസ്തിഷ്കാഘാതം സംഭവിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബോധം നഷ്ടപ്പെട്ട് ഗ്വീഡോ മുങ്ങി മരിക്കുകയായിരുന്നു. 70ഓളം വൈദികരും 3 ബിഷപ്പുമാരും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഏകദേശം 1700ഓളം ആളുകൾ വിശുദ്ധ ജീവിതം നയിച്ച് പുരോഹിത ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നാളുകൾ മാത്രം ശേഷിച്ച ആ 34കാരന്റെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ സന്നിഹിതരായിരുന്നു. 2015 ജനുവരിയിലാണ് ഷാഫറിന്റെ നാമകരണ നടപടികൾ ആരംഭിച്ചത്. 2017 ഒക്ടോബറിൽ രൂപത തലത്തിലുള്ള നാമകരണ നടപടികൾ പൂർത്തിയാക്കി എല്ലാ രേഖകളും പരിശുദ്ധ സിംഹാസനത്തിന് കൈമാറി. 2023 മെയ് 20 വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള ഡിക്കാസ്ട്രി ഷാഫറിന്റെ വീരോചിത പുണ്യങ്ങൾ അംഗീകരിക്കുകയും ധന്യരുടെ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു.